ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഞാൻ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അടിച്ചിട്ടുള്ളൊരു പെർഫ്യൂമാണ് വർസാഷി പോർ ഓം ഊതിനോ. അത് ടെസ്റ്ററാണ്. ടെസ്റ്ററിൻ്റെ ഒരു എൻഗ്രേവിങ്ങും ഇതാണ് പെർഫ്യൂമും. ഇത് ഊതുനോയർ. ഇത് ഡിസൈനർ പെർഫ്യൂംസിൻ്റെ കുറച്ച് പെർഫ്യൂംസ് ഉള്ളൂ. അതായത് നമ്മുടെ ഊത് സെൻട്രിക്കായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഗുച്ചി ഗിൽറ്റി, ഗുച്ചി ഇൻഡൻസ് ഊത്, അത് ഒത്തിരി പ്രീമിയം പ്രൈസിങ്ങിലാണ്. ഗർലി ആൻഡ് ഊത് എസെൻഷ്യലി, ഷോഫാറിൻ്റെ ഊത് മലക്കിയത്. ഷോഫാറിൻ്റെ ഊത് മലക്കിയാണ് നമുക്കൊക്കെ ഒന്ന് റീസണബിൾ പ്രൈസിലുള്ളത്. സോ അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു പെർഫ്യൂമാണ് വെർസാഷിയുടെ ഊതുനോയർ. ഓക്കെ, ഇവിടെ നോക്കട്ടെ. നല്ലൊരു പെർഫ്യൂം, നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു പെർഫ്യൂം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ പെർഫ്യൂം ചിലപ്പോൾ മലയാളത്തിൽ ഞാനാണ് ആദ്യമായിട്ട് ഫീച്ചർ ചെയ്യുന്നുണ്ടാവുക. സോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അറ്റ് ദി എൻഡ്. ഈ വീഡിയോയുടെ ഒരു 2 മിനിറ്റ് മുന്നേ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായി. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം എന്തായാലും. സാധാരണ ഊതിനോട് വെച്ചിട്ട് ആൾക്കാർ പറയാറുള്ള കുറച്ച് വാക്യങ്ങളുണ്ട്. അനിമാലിക്, സ്കാങ്കി, ബാനിയാഡിഷ്, റൊട്ടൻ, പഞ്ചൻറ്റ്, ഹാർഷ്, ഓവർവെൽമിങ്, ഇങ്ങനെ കുറച്ച് ക്രൂരത നിറഞ്ഞ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ഡാർക്കർ നെഗറ്റീവ് ഷെയ്ഡുള്ള വാക്കുകളാണ് ഊതിനയുടെ ആൾക്കാർ സമീപിക്കാറ്, അല്ലെങ്കിൽ റിവ്യൂസൊക്കെ പറഞ്ഞു കേൾക്കാറുള്ളൂ. പക്ഷേ ഞാൻ ഈ ഒരു പെർഫ്യൂമിനെ പറയുന്നു, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് സ്മൂത്ത്, ഇറ്റ്സ് സിൽക്കി സ്മൂത്ത്, ഇറ്റ്സ് എയറി ആൻഡ് ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ ഗൈസ്. കുറച്ചൊക്കെ നമ്മുടെ ടോം ഫോർഡിൻ്റെ ഊതുകൂടനായിട്ട് റിസംബ്ലൻസ് വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് സോ സൂത്തിങ് ഗൈസ്. ഇത് എന്താ പറയുക, ആ ഒരു ഡാർക്ക്നെസ്സും ആ ഒരു മിസ്റ്ററിനെസ്സും ആ ഒരു സ്മോക്കിനെസ്സും ഇങ്ങനെ നിർത്തിയിട്ട് മറ്റേ ഊത് എന്ന് പറഞ്ഞിട്ട് ഫ്ലേവർ ഉണ്ട്. ബാക്കി എല്ലാ അനിമാലിക്, സ്കാങ്കി, റൊട്ടൻ, ആ പറഞ്ഞിട്ടുള്ള ബാനിയാഡിഷ് ആയിട്ടുള്ള വാക്കുകൾ മാറ്റി നിർത്തി കഴിഞ്ഞുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷൻ. സ്റ്റിൽ ഇതൊരു ഹാർഡ് കോർ ഊത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത് തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു അടിപൊളി പെർഫ്യൂം. ഇറ്റ്സ് നമ്മളെ ഭയങ്കര സൂത്തിങ് ആക്കേണ്ട ഈ പെർഫ്യൂം. ഭയങ്കര എർത്തി സ്മെല്ല്. എർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി എർത്ത് വുഡി കോമ്പിനേഷൻ. ഓക്കെ, ഭയങ്കര ഒരു ഫോറസ്റ്റിൽ ഇതിൻ്റെ സ്മെല്ലും. ഇത് ഞാൻ 5 ദിവസമായിട്ട് അടിച്ചിട്ടുണ്ട്. കോംപ്ലിമെൻ്റ് ഒന്നും ആരും തന്നിട്ടില്ല. ബട്ട് ഞാൻ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു നോമ്പർപ്പിക്കൽ പരിപാടി ഉണ്ടായിരുന്നു. ഞാനിത് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരാൾ വന്ന് ചോദിച്ചു, ആൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ടില്ല, ഇൻഫാക്ട് ആൾ വന്ന് ചോദിച്ചു ഏതാടാ പെർഫ്യൂം എന്നുള്ളത്. അപ്പോൾ അത് പെർഫ്യൂം അറ്റൻഷൻ, ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് അതാണ്. ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടോ, ചെറിയൊരു സ്മോൾ സ്വീറ്റ്നെസ്, അത് ഭയങ്കര ബ്യൂട്ടി നൽകുന്നുണ്ട് ഈ പെർഫ്യൂം. ഞാനിതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ എന്താണെന്ന് പറഞ്ഞുതരാം. തുടക്കത്തിൽ നമ്മളൊരു കുറച്ച് കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഊതിൻ്റെ ചെറിയൊരു ഊത്, അതിൽ പ്രശ്നം ഒരു എന്താ പറയുക, ഊത് പ്ലസ് കുറച്ച് വേറെ ഏതെങ്കിലും മരക്കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് സ്മോക്കി ആക്കി കഴിഞ്ഞാൽ ആ ഒരു പെർഫ്യൂം തന്നെയാണ്. ഭയങ്കര എർത്തി വുഡി ഊതി കൈൻഡ് ഓഫ് സ്മെല്ല്. നല്ലൊരു പെർഫ്യൂം. ഊത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലും ട്രയലാക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിലുള്ള ഒരു പെർഫ്യൂം. ഞാൻ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താ ഡിസപ്പോയിൻമെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2 മിനിറ്റ് മുന്നേ ഇതിൻ്റെ ഇവിടുത്തെ വില 150-160 റുപ്യാണ്. ഇതിൻ്റെ ടെസ്റ്ററിൻ്റെ ഇവിടുത്തെ വില 200 രൂപയാണ്. 200 ദിർഹംസാണ് ഇതിൻ്റെ ഒരു പെർഫ്യൂം വാങ്ങിക്കണമെങ്കിൽ 220 ആ റേഞ്ചിൽ. നമ്മുടെ നാട്ടിലെ 5000-ൻ്റെ ചോട നിൽക്കുന്ന ഒരു പെർഫ്യൂം. ബട്ട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വില ഞാനൊന്ന് ജസ്റ്റ് നപ്പി നോക്കുമ്പോൾ 9000 റുപ്യ, 8000-ൻ്റെ മുകളിൽ 9000-ൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രൈസിങ്. അപ്പോൾ അത് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ലോകത്തിലെ ഏറ്റവും നല്ല ക്രിയേഷൻസും ഏറ്റവും നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊരു ഇന്ത്യൻ കൺസ്യൂമർ നൽകാൻ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കണ്ടീഷൻ. അമ്മാതിരി ഡ്യൂട്ടിയും ടാക്സസും നല്ല ചാമ്പൽ. അങ്ങനെ തോന്നിപ്പോയി. ബട്ട് ഞാൻ പറയണു, ഒരു 5000-ൻ്റെ താഴെയൊക്കെ ആ ഒരു വിലക്ക്, ഇപ്പോൾ 9000 രൂപ അതിൻ്റെ മുകളിലുള്ള വിലക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഊതിന് വേണ്ടിയിട്ടുള്ളൊരു ഊത് ഓയിൽ വാങ്ങിക്കണമെന്ന് മെച്ചം. അതായിരിക്കും നിങ്ങൾ സാറ്റിസ്ഫൈ ആക്കുക. ഈ ഒരു 5000-ന് താഴൊക്കെ
ഈ പെർഫ്യൂം ഒരു മസ്റ്റ് ബൈയും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഞാൻ എന്തായാലും പറയും. ഈ വിലക്ക് നിങ്ങൾക്ക് എങ്ങനെയും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ദിസ് വർത്ത് എവറി പെനി. ഇറ്റ്സ് സോ ഗുഡ് പെർഫ്യൂം. ഊദ് ലവേഴ്സിന് ഓഫീസിൽ കടിക്കാൻ പറ്റിയ, ഓൾ ഒക്കേഷൻ കടിക്കാൻ പറ്റിയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ ഊദിൻ്റെ ആ സ്കാങ്കിനെസ് എനിമാലിക്നെസ് മാറ്റി നിർത്തി ഊദിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു പെർഫ്യൂം. ഡാർക്ക്നെസ്, നല്ല ഡാർക്ക്നെസ് വേണ്ടതിനേക്കാൾ അപ്പുറമുണ്ട്. സോ ഓഫീസിലൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഈ പെർഫ്യൂം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് റിയാക്ഷൻ തന്നെ എനിക്ക് കിട്ടും. കാരണം അത് ഭയങ്കര ഓഫീസ് സേഫ് ആയിട്ടുള്ള, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള, സെഡക്റ്റീവ് ഊത് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് വെർസാഷി ഊദ് നോയർ. ഇന്ത്യയിലുള്ള വേറൊരു പെർഫ്യൂം ഗുച്ചിയുടെ ഇൻഡൻസ് ഊതാണ്. ഇത് അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി കൂടി ഓഫീസ് സേഫ് എന്ന രൂപത്തിലേക്ക് പറഞ്ഞു വെക്കാം. അതായത് അത് ഇത്തിരി കൂടി ഊതിൻ്റെ കണ്ടന്റ്, അല്ലെങ്കിൽ ഇത്തിരി കൂടി ഒരു ഹാർഷ്നെസ് കയറിക്കെടുക്കേണ്ട, അല്ലെങ്കിൽ ഇത്തിരി കൂടി ഒരു പൊട്ടൻസി കയറിക്കെടുക്കേണ്ട പെർഫ്യൂമാണ് ഗുച്ചി ഇൻഡൻസ് ഊത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒരു പൗഡറിനെസ്സും ഉണ്ട്, ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്, ഒരു ലൈറ്റ്നെസ്സും ഉണ്ട്, നല്ലൊരു എർത്തി റെസണസ്, ഭയങ്കര റിച്ച് ഫീലിംഗ് കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് പറയണമെന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ നമ്മുടെ നാട്ടിലെ വിലയൊക്കെ നേരിട്ടിട്ട് ആരും പോയിട്ട് ഇത് ചാടണ്ട. അത് ആ വിലക്ക് നിങ്ങൾക്ക് ഊത് ഓയിൽ വാങ്ങിക്കണതാണ് നല്ലത്. മറ്റേ ഊതിൻ്റെ ഓയിൽ തന്നെ ക്ലിയർ ആയിട്ട് വാങ്ങിക്കണതാണ് നല്ലത്, എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് പെർഫ്യൂമുകൾ ട്രൈ ആക്കിക്കോളി. ഊത് ലവേഴ്സിന് എന്തായാലും തൃപ്തിപ്പെട്ട രൂപത്തിലുള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. കുറച്ച് നമ്മുടെ ടോം ഫോർഡിൻ്റെ ഊത് വുഡിൻ്റെ ആയിട്ട് ഇത് സിമിലർ ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് മാത്രം. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിട്ട് കാണാം.